ഈ സമരത്തിന് ശേഷം, ഈ ഒരു 10 ദിവസം സമരത്തിന് ശേഷം കാണുമ്പോഴാണ് നമുക്ക് അനുഭാവപൂർവമായ ഒരു കേക്കൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്തത്. സോ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട റേഷ്യോ കുറയ്ക്കുക എന്നുള്ള കാര്യം എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലോട്ട് പോവേണ്ടതായിട്ടുണ്ട്, ഫിനാൻസിലോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം. തീർച്ചയായും റേഷ്യോ കുറച്ചാൽ മാത്രമേ നിയമനങ്ങൾ സാധ്യമാവുകയുള്ളൂ. നമ്മൾ പിന്നീട് ആവശ്യപ്പെട്ട ഒരു വിഷയം ലിസ്റ്റ് നീട്ടുക എന്നുള്ളതാണ്. ലിസ്റ്റ് ഇപ്പം നീട്ടിയാൽ തന്നെ റേഷ്യോ കുറയ്ക്കാതെ ഒരു കാരണവശാലും എത്ര വർഷം നീട്ടിയാലും ഇതിനകത്ത് ഒരാളും കയറിപ്പോവില്ല, ജോലിയിൽ കയറിപ്പോവില്ല. നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് വാക്കൻസികളും അതുപോലെ തന്നെ മറ്റ് ഒഴിവുകളും ഇതുപോലെ പുറത്ത് പോകുന്ന അധ്യാപകരെ ഫില്ല് ചെയ്ത് പോവും. അപ്പോൾ ഈ ഒരു സംവിധാനം നിലവിൽ വന്നാൽ മാത്രമേ നിയമനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അത് പരിഗണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയായിരുന്നു. അത് തീർച്ചയായിട്ടും പരിഗണനയിലാണ്. തീർച്ചയായും അത് ചെയ്തു തരും. അതിനുള്ള നടപടികൾ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര സമയം കൊണ്ട് പൂർത്തിയാവും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലോട്ട് പോവുകയും ഫിനാൻസിലോട്ട് പോവുകയും തുടർ നടപടികൾ, അതായത് ക്യാബിനറ്റിൽ ആ ആവശ്യം മുന്നോട്ട് വെച്ച് അത് പരിഗണിക്കപ്പെടുന്നത് വരെ നമ്മളിവിടെ സമരവുമായി തന്നെ തുടർന്ന് പോകുന്നതാണ്. കാരണം ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന സമയം എന്നൊന്നും പറഞ്ഞ് കിട്ടിയിട്ടില്ല, ഒരു നിശ്ചിത സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് ഞങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ സമരവുമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകും. പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ സമരം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർന്ന് കൊണ്ടുപോകും. അതെ അതെ അപ്പോൾ ഇപ്പം ചോദിച്ച പോലെ നിയമനങ്ങൾ നടക്കുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടേണ്ട വാക്കൻസികൾ ഒന്ന് റിട്ടയർമെൻറ്റ് വാക്കൻസി, മറ്റു ഫ്രഷ് വാക്കൻസികൾ. ഇപ്പം അധിക തസ്തിക എന്ന് പറയുന്ന കുറേ ജില്ലകളിൽ ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള അധിക തസ്തികൾ, ഡെത്ത് വാക്കൻസികൾ, അല്ലാതെയുള്ള ഒഴിവുകൾ, ഇതെല്ലാം നമുക്ക് ഫ്രഷ് വാക്കൻസിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ വാക്കൻസികളൊക്കെ നിലവിലുമുണ്ട്. നിലവിലുള്ള വാക്കൻസികൾ അവർ എന്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത്? റീഫിൽ ചെയ്യാൻ, അതായത് ഡിപ്ലോയിഡ് ആയി പോകുന്ന, ഡിവിഷൻ ഫോൾ വന്ന് പുറത്തു പോകുന്ന അധ്യാപകരെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ആ വാക്കൻസികളിലോട്ട് ഇവർ പോവാതെ ഇവർ അവരവരുടെ ആ ഒഴിവുകളിൽ തന്നെ അല്ലെങ്കിൽ അതാത് സ്കൂളുകളിൽ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ഈ ഫോള് വരാൻ പാടില്ല. ആ ഫോള് വരാൻ പാടില്ല എങ്കിൽ ഇവിടെ റേഷ്യോ കുറച്ച് പുനഃക്രമീകരിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നിയമനം ഇപ്പം നടക്കാത്തത്. ഈ ഒഴിവുകളില്ലാതെയല്ല, ഒഴിവുകളിലേക്ക് ഇവരെ റീഫിൽ ചെയ്യപ്പെടും. ആ ഒഴിവുകളാണ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം തുടർന്ന് 4 ജില്ലകളിൽ ഡിവിഷൻ ഫോൾ വന്നു. ആ അധ്യാപകരെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് കിട്ടിയ ആ റിട്ടയർമെൻറ്റ് വാക്കൻസി മറ്റു വാക്കൻസികളിലോട്ടൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഇപ്പം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. 14-ാം തീയതിയും 15-ാം തീയതിയായിട്ട്. ഇല്ല, പൂർത്തിയായിട്ടില്ല. അതായത് തസ്തിക നിർണ്ണയം എന്ന് പറയുന്നത് ഡിവിഷൻ ഫോള് മാത്രമല്ല, ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ അധിക തസ്തികകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസിൻ്റെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ എക്സ്ട്രാ വന്ന സ്കൂളുകളായിരിക്കും. ഇതെല്ലാം ഈ സ്റ്റാഫ് ഫിക്സേഷനകത്ത് ഉൾപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് അതെല്ലാം ക്രോഡീകരിച്ച് ഒരു സമയത്തിൽ, ശരിക്കും 15-ാം തീയതിയാണ് ഇത് ഒഫീഷ്യലി ഇവർ അനൗൺസ് ചെയ്യേണ്ടത്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനൗൺസ് ചെയ്യേണ്ട ദിവസം. നാളെ ഇതുവരെ നമ്മൾ DG സന്ദർശിച്ച സമയത്തും അത് ഇത്തവണ നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് തന്നെയാണ് DGയും പറഞ്ഞത്. അതുകൊണ്ട് ഒഫീഷ്യലി ഒരു സ്റ്റാഫ് ഫിക്സേഷൻ എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. സോ നമുക്ക് ഇത് ഞങ്ങളുടെ ഇനിയുള്ള നിയമനങ്ങൾ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും നിയമനം നടത്തി അവർ ജോലിയിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ കുറച്ചേ മതിയാവും. ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഉണ്ട്. കാരണം ഇതിനകത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ പ്രപ്പോസൽ വെക്കും. പക്ഷേ ഈ പ്രപ്പോസൽ ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടുക? ഇപ്പോൾ ഒരുപാട് ഇപ്പം ഞങ്ങൾ LP, UP അതുപോലെ HSA പോലുള്ള എല്ലാ വിഭാഗങ്ങളിലും ഈ തസ്തികകൾ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് LP സ്കൂളിലെ തസ്തികകളാണ്.
അപ്പോൾ ആ വിഷയം ഘട്ടം ഘട്ടമായി പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ എല്ലാവരും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് PS പറഞ്ഞത് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തസ്തികളിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങൾ ഊന്നിപ്പറയാണ്, LP തലത്തിലുള്ള കുട്ടികളാണ് UPയിലും ഹൈസ്കൂളിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ LP തലത്തിൽ നിങ്ങൾ ആദ്യം ക്രമീകരിച്ച് അതിനുള്ള പരിഹാരം കണ്ടിട്ട് വേണം അടുത്ത സെക്ടറിലോട്ട് പോകാൻ. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് അത് ഫിനാൻസ് അനുമതി ഇല്ലാതെ റദ്ദാക്കപ്പെടുന്നതിന് പകരം ഘട്ടം ഘട്ടമായി ചെയ്യണമെന്നുള്ളൊരു അപേക്ഷയാണ് ഉള്ളത്. കാലതാമസം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന എഫേർട്ട് പോലെ ഉണ്ടാവും. അതായത് ഇതിന് കൃത്യമായിട്ട് ഒരു ടീം ഇത് ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു ഒഫീഷ്യൽ അല്ലാത്ത ഒരു പ്രപ്പോസൽ ഓൾറെഡി നമ്മുടെ ഭാഗത്തു നിന്ന് വെച്ചിട്ടുണ്ട്. അത് DPIയിൽ നിലവിലുണ്ട്. അത് ഓൾറെഡി നമ്മൾ സ്റ്റഡീഡാണ്. അത് DG വരെ സ്റ്റഡി ചെയ്ത ഒരു വിഷയമാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ സെക്രട്ടറി തന്നെ നമ്മുടെ ഈ പ്രശ്നം അറിഞ്ഞ് അവരും ഇതൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇവർ ഇത് പഠനം നടത്തി ആക്ഷൻ എടുക്കാൻ വലിയ കാലതാമസമൊന്നും വരില്ല എന്നാണ് നമ്മുടെ പക്ഷം. അപ്പോൾ അത് അവരെടുക്കുന്ന സീരിയസ്നെസ് പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ തുടരും. ഇത് ഞങ്ങൾ വിട്ടു പോവില്ല. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ തന്നെ 4000-ൽ കൂടുതൽ ആളുകൾക്ക് നിയമനം ലഭിച്ചെടുത്ത് വെറും 239 ആളുകളുടെ നിയമനം എന്ന് പറയുമ്പോൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ സാന്നിധ്യം എത്രമാത്രം അപലപിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സെക്ടറും എയ്ഡഡ് സെക്ടറും എല്ലാം വരുമെങ്കിലും എയ്ഡഡിന് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുമ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളുകളെ തച്ച് തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ കൈക്കൊള്ളുന്നത് യാതൊരു തരത്തിലും നല്ലതിനല്ല. സോ ഇതിനകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.